ഹലോ, ഇന്ന് നമ്മളുടെ 90-ഡേ അക്കൗണ്ടിങ് ചലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് അക്കൗണ്ടൻ്റായിട്ട് പണി തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫർണിച്ചർ സെയിൽ ചെയ്യുന്ന കടയാണ്, ഒപ്പം തന്നെ ഇൻറ്റീരിയർ വർക്കും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതനുസരിച്ചാണ് നമുക്ക് ടാലിയിൽ നിന്ന് കോൺഫിഗർ ചെയ്യാനായിട്ട്. അതുകൂടാതെ നമ്മൾ പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഒരു 30 lakhs പർച്ചേസ് നടത്തിയിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് കുറച്ച് ബില്ലുകൾ, ഒരു സ്പെസിമെൻ ബില്ലുകൾ എടുത്ത് നമുക്കൊന്ന് അക്കൗണ്ട് ചെയ്യാം. അപ്പം ആ ബില്ലുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ ബില്ലെന്ന് പറഞ്ഞാൽ A1 അസോസിയേറ്റ് നമുക്ക് തന്നേക്കുന്ന ബില്ലാണ്. ദപ്പൂസ് ഇൻറ്റീരിയേഴ്സ് A1 അസോസിയേറ്റ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തേക്കാണ്, ഗ്രാസ് മാറ്റ് വാങ്ങിയേക്കാണ്. നെക്സ്റ്റ് ബില്ല് റോയൽ റോള് വാങ്ങിയേക്കാണ്, കോട്ടൻ്റെ തുണി വാങ്ങിയേക്കാണ്. ബില്ലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അല്ലേ. ആരുടെ അടുത്ത് നിന്നാണ് വാങ്ങിയത്, ഏത് ഇൻവോയ്സ് നമ്പർ പ്രകാരമാണ് വാങ്ങിയേക്കുന്നത്, ഏത് ഡേറ്റിലാണ് വാങ്ങിയേക്കുന്നത്, ഐറ്റം ഏതാണ്, ആ ഐറ്റത്തിൻ്റെ HSN കോഡ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, റേറ്റ് എത്രയാണ്, ടാക്സബിൾ എമൗണ്ട് എത്രയാണ്, നമ്മൾ എത്ര ടാക്സ് പേ ചെയ്തു, ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ആ ബില്ലിൽ നിന്ന് കിട്ടും. പിന്നെ അടുത്ത ബില്ലിൽ വാങ്ങിയേക്കുന്നത് മാട്രസ്സാണ്. മാട്രസും കിൽട്ട് അല്ലേ, കിൽട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബില്ല് നമുക്ക് സ്പെസിമെനായിട്ട് വെച്ചുകൊണ്ട് പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഒരു ഹോം ഇൻറ്റീരിയർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കണ ഒരു കമ്പനിയുടെ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാൻ പോകുന്നത്. ടാലിയിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ടാലി 5.1 വേർഷനാണ്. ഇവിടെ കിട്ടിയേക്കണത് എഡ്യൂക്കേഷൻ വേർഷനാണ് വന്നേക്കുന്നത്. നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് ടാലിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, ടാലി ഡൗൺലോഡ് ചെയ്യുക, 5.1 ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് എഡ്യൂക്കേഷൻ വേർഷനിലേക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആ വേർഷനിൽ തന്നെ വർക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ലൈസൻസ് ഉള്ളത് ഞാനൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ലൈസൻസ് ആക്ടിവേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് മാസത്തെയും 1-ാം തീയതി മാത്രമേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലൈസൻസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കണ്ട ഗോൾഡ് എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് മൾട്ടി യൂസർ ടാലിയാണ്. ഇപ്പോൾ സിംഗിൾ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സിൽവർ എന്നായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ 5.1 ടാലിയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് കമ്പനി കൊടുക്കാം. ദപ്പൂസ് ഇൻറ്റീരിയേഴ്സ്. നമുക്കത് ക്യാപിറ്റലിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, കാരണം നമ്മളുടെ കമ്പനി അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്യാപിറ്റലിലേക്ക് തന്നെ കൊടുക്കാം. ദപ്പൂസ് ഇൻറ്റീരിയേഴ്സ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് പേര് മാറും. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് GST സർട്ടിഫിക്കറ്റിൽ ഏതാണോ അതാണ് നമ്മൾ ഇവിടെ ഇടേണ്ടത്. ദപ്പൂസ് ഇൻറ്റീരിയേഴ്സ്. മെയിലിംഗ് നെയിം സെയിം തന്നെയാണ്. അഡ്രസ്സ്, നമ്മളുടെ ബില്ല് പ്രകാരം അഡ്രസ്സ് ഏതാണ്, റൂം നമ്പർ 11 നമ്മളുള്ളത്, നയനം ആർക്കേഡ്. അഡ്രസ്സ് പ്രോപ്പറായിട്ട് ചെയ്യണം, കാരണം നമ്മളുടെ സെയിൽസ് ബില്ലിൽ നിന്ന് നമ്മളുടെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് നമ്മളുടെ ബിസിനസ് പ്ലേസിലേക്ക് എത്താൻ പറ്റണം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാം. വെസ്റ്റ് നട, കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അല്ലേ, DT. ഇതാണ് അഡ്രസ്സ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് കേരള കൊടുത്തു. പിൻകോഡ് കൊടുക്കണം, കാരണം നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമ്മൾ ഈ പിൻകോഡ് ടു പിൻകോഡാണ് E-way-bill കിലോമീറ്റർ മെഷർ ചെയ്യുന്നത്. നമ്മൾ അഡ്രസ്സ് പ്രോപ്പറായിട്ട് ചെയ്യണം, കാരണം നമുക്ക് നമ്മളെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നമ്മളെ ബില്ല് കിട്ടിയാൽ നമ്മളെ ഏതൊരു ആൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്, ഒന്ന് നോക്കുക. ഇതൊക്കെ ആക്സസ് ഒക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്.
അപ്പോൾ ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആൻഡ് ടാക്സേഷൻ നമ്മൾ എനേബിൾ ചെയ്യുക. ഇൻവെൻട്രി അല്ലെ, അക്കൗണ്ട്സ് എനേബിൾ ചെയ്യുക, ഇൻവെൻട്രി എനേബിൾ ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ബിൽ വൈസ് എൻട്രി അതും എനേബിൾ. അത് ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക്കലി എനേബിൾഡ് ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം എനേബിൾ ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ മിനിമം ഈ ഒരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ എനേബിൾ ചെയ്യണത്. ഇത് നമ്മളുടെ GST ഡീറ്റെയിൽ ഇവിടെ കൊടുക്കണം. യെസ് ആക്കുക. നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ GST രജിസ്ട്രേഷൻ എടുത്തേക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽ വരും. പുറത്താണെങ്കിൽ പുറത്ത് കൊടുക്കുക അല്ലേ, പുറത്തെ സ്റ്റേറ്റ്. നമ്മളുടെ GST രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണ്, റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ വീഡിയോയിൽ കിടക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നമ്മൾ നമ്മളുടെ GST നമ്പർ നമുക്കിവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് കമ്പനിയുടെ GST നമ്പറൊക്കെ നമുക്ക് കാണാം. ജസ്റ്റ് അതൊന്ന് എടുത്ത് തന്നെ ചെയ്യുക. ഒരു ഫേക്ക് നമ്പർ എടുത്താൽ നമുക്ക് ഇന്നത്തെ ആക്സസ് കിട്ടില്ല, കുറേ മിസ്മാച്ചിൽ കയറും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കമ്പനിയുടെ GST നമ്പർ പ്രോപ്പറായിട്ട് തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാം. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം, മന്ത്ലി റിട്ടേൺ നമ്മൾ ചെയ്യാൻ പോണത്. ഫ്ലഡ് സെസ് ഇപ്പം ഇല്ല. ഇത് കണക്റ്റഡ് GST ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ GST റിട്ടേൺ ഇപ്പോൾ ടാലി 5ൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനാണിത്. അതേപോലെ ഇൻവോയ്സിങ് എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. വേ ബിൽ എടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡാറ്റ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ തൽക്കാലം വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഓക്കെ, നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യാൻ പോവുകയാണ്. പർച്ചേസ് എൻട്രി ചെയ്യാനായിട്ട് ടാലിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല സ്ട്രെയിറ്റ് ആയിട്ട് ടാലിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള പർച്ചേസ് ബില്ലും സെയിൽ ബില്ലും അതിൻ്റെ ഫോർമാറ്റുകൾ കിടക്കുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കിടക്കണ വൗച്ചേഴ്സ് വെച്ച് നമ്മൾ ചെയ്യണത് ടാലിയുടെ ഡീറ്റെയിൽഡ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് അനുസരിച്ച് കോൺഫിഗർ ചെയ്യാൻ നമുക്ക് പറ്റും. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണതായിരിക്കും, വൗച്ചർ കോൺഫിഗറേഷൻ. ഇപ്പം നമ്മൾ ഇവിടെ ചെന്ന് എടുക്കുകയാണ്, പർച്ചേസ് ബില്ലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. പർച്ചേസ് വൗച്ചർ എടുക്കുക, F9 ആണ് ടാലിയിലത്തെ പർച്ചേസിൻ്റെ ഇത്. നമ്മളുടെ കമ്പനിയിൽ നമ്മൾ 2/12 പർച്ചേസ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻവോയ്സ് നമ്പർ എത്രയാണ് നമ്മളെ ബില്ലിൽ തന്നിരിക്കണം അതേ ഇൻവോയ്സ് നമ്പർ തന്നെ എൻ്റർ ചെയ്യണം. GST സൈറ്റിൽ എന്നാലേ നമുക്ക് മാച്ചിങ് പറ്റുള്ളൂ, അല്ലെങ്കിൽ മിസ് മാച്ചിലേക്ക് തന്നെ കയറും. പാർട്ടിയുടെ നെയിം നമ്മൾ ആരുടെ അടുത്തുനിന്നാണോ വാങ്ങണത് ആ പാർട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് Alt+C ഉപയോഗിക്കാം. സൺട്രി ക്രെഡിറ്റർ അല്ലേ, നമ്മൾ പാർട്ടിയുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അവരെ നമ്മൾ സൺട്രി ക്രെഡിറ്റർ എന്നാണ് പറയണത്. V1 അസോസിയേറ്റ്സിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ ആദ്യത്തെ പർച്ചേസ് നടത്തിയിരിക്കുന്നത്. സൺട്രി ക്രെഡിറ്റർ ബിൽ വൈസ് ആക്കി അവരുടെ ഡീറ്റെയിൽ (213) ഈഡൻ ഗാർഡൻ കൊടുങ്ങല്ലൂർ. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, പിൻകോഡ് സെലക്ട് ചെയ്യണം. നമ്മൾ വേ ബിൽ എടുക്കുകയാണെങ്കിൽ ഈ പിൻ ടു പിന്നാണ് വേണ്ടത്, 664. ഇവരെ രജിസ്ട്രേഷൻ ഏത് ടൈപ്പാണോ നോക്കാം. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ആളുടെ രജിസ്ട്രേഷൻ ടൈപ്പ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ കോമ്പോസിഷൻ ടീമിൻ്റെ നിന്നായിരിക്കും വാങ്ങുക, അല്ലെങ്കിൽ റെഗുലറായിട്ട് രജിസ്ട്രേഷൻ എടുത്തേക്കുന്ന ആൾക്കാരുടെ അടുത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങാം. അത് ഇവിടെയാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. നമ്മൾ റെഗുലറാണ്, അപ്പോൾ അവരുടെ GST നമ്പർ നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. 32 CK 6767 .
HFZ5 ഓക്കെ. ഇത് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എവിടേക്കെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം V1 ആണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. നമ്മളവിടെ നമ്മളുടെ കമ്പനിയിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പഠിച്ചതിന് ശേഷം നമുക്ക് പഠിക്കാം. നമ്മളിവിടെ പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇൻവേർഡ് സപ്ലൈ പർച്ചേസ് സെലക്ട് ചെയ്തു. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പർച്ചേസ് ഇതിപ്പോൾ ഇവർ ഡീൽ ചെയ്യുന്നത് പല ടൈപ്പ് ഓഫ് ഗുഡ്സാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. സിംഗിൾ ടൈപ്പ് ഓഫ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ തരത്തിലാണ് നമ്മൾ ഈ ലെഡ്ജർ കോൺഫിഗർ ചെയ്യേണ്ടത്. ഓരോ കമ്പനിക്കും അതനുസരിച്ചാണ് ടാലീനെ അല്ലെങ്കിൽ GSTക്ക് വേണ്ടി നമ്മൾ ടാലീനെ കോൺഫിഗർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് ലെഡ്ജറിൻ്റെ പാർട്ട് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഇൻവെൻട്രിയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇൻവെൻട്രി പാർട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? Alt C അടിച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്താണ് വാങ്ങിയേക്കുന്നത്? ഫോർമാറ്റർ സ്കിൽറ്റാണ് വാങ്ങിയേക്കുന്നത്. ഇതിന് മെഷർമെൻ്റ് ഇല്ല. നമ്മളിതിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ ആ സൈസിൻ്റെ പേര് ഇവിടെ ഡീറ്റെയിൽ കൂടെ വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇത്തരം കമ്പനികളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഫർണിച്ചർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനൊരു കാറ്റഗറി വെക്കാം. പിന്നെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ടേബിള്, ചെയർ, അങ്ങനെ ഓരോന്നും വേറെ വേറെ തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? അതിന് അത്തരം വെറൈറ്റി ആയിട്ട് തന്നെ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഫോർമാറ്റർ സ്കിൽറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അണ്ടർ പ്രൈമറി, അപ്പോൾ ഇത് കിൽട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിന് അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പല ടൈപ്പുള്ള കിൽറ്റ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ നമുക്കിട്ട് ഇട്ട് പോകാം. കിൽറ്റ് പ്രൈമർ ഇട്ട് ക്വാണ്ടിറ്റി എസ് ആക്കി കൊടുത്തു. അതിൻ്റെ ക്വിൽറ്റിൻ്റെ HSM കോഡ് നമുക്ക് ഇവിടെ കൊടുക്കാം. എന്താണ് അതിൻ്റെ HSM കോഡ്? 949404 ആണ് ക്വിൽറ്റിൻ്റെ HSM കോഡ്. അതിൻ്റെ GST റേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം 18%. നമ്മളിവിടെ ഡീറ്റെയിൽസ് ടാക്സിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടില്ല. നമുക്ക് ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ F12 ഒന്ന് കോൺഫിഗർ ചെയ്യാം. ബ്രേക്കപ്പ് ഓഫ് ടാക്സ് റേറ്റ് കൊടുക്കാം ഇതിൽ. അപ്പോൾ സെപ്പറേറ്റ് ഡീറ്റെയിൽ വന്നു. അങ്ങനെ F12 കുറേ കോൺഫിഗറേഷനിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ടാക്സിൻ്റെ സ്പ്ലിറ്റപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 18% കൊടുത്തു. യൂണിറ്റ് അല്ലേ. യൂണിറ്റ് എന്താണിത്? നമ്പേഴ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. നമ്പേഴ്സ് എപ്പോഴും യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് വേണം. ഫോർമൽ നെയിം നമ്പേഴ്സ്, UQC GST സൈറ്റ് വെച്ചിട്ടുള്ള മാച്ചിങ് ആണ്. നമ്പേഴ്സ് ഡിജിറ്റ് ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് HSM കോഡൊക്കെ വന്നിട്ടുണ്ട്. കമ്പനി ഡീറ്റെയിൽ പ്രകാരമുള്ള സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ HSM കോഡും GST റേറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഗുഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് പോവുക. നമ്മൾ എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 3 നമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. റേറ്റ് 1800. റേറ്റ് നമ്മൾ വാല്യൂ കൊടുത്താലും മതി, റേറ്റ് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് Alt C വെച്ച് ക്രിയേറ്റ് ചെയ്യാം. മാട്രസ് ആണ്, ഫോം മാട്രസ് ആണ് നമ്മൾ വാങ്ങുന്നത്. അത് നമുക്ക് എന്ത് ഗ്രൂപ്പ് കൊടുക്കാം? മാട്രസിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കാം. ഈ ഫോം മാട്രസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് അടക്കം നമ്മൾ എൻ്റർ ചെയ്യണം കേട്ടോ. ഇവിടെ സിംഗിൾ എന്നുണ്ട് അല്ലേ.
ഐറ്റത്തിൻ്റെ പേര് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കസ്റ്റമർക്ക് ബില്ല് ചെയ്യണത് ആ പേര് ഏതാണോ അതാണ് നമ്മളുടെ ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതും എന്താണ് ക്രിയേറ്റ് ചെയ്യുക, മാട്രസ് എന്നുള്ള ഐറ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ഇവിടെ ഇത് നമ്മൾ സിംഗിൾ മാട്രസ് തന്നെ കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ മാട്രസ് അങ്ങനെ നമ്മളുടെ കമ്പനിയുടെ പർപ്പസ് അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, ഈ ടാലിയിൽ നിന്ന് നമുക്കൊരു ഐറ്റം നോക്കിയാൽ അതിൻ്റെ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റണം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് എത്രയുണ്ടെന്ന് നമുക്ക് ടാലിയിൽ നിന്ന് നോക്കി അറിയാൻ പറ്റണം. അതിനാണ് നമ്മൾ ഈ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് സെലക്ട് ചെയ്യുക ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. മാട്രസ് എസ് ആക്കി, HSN കോഡ് 9404 തന്നെയാണ്. നമ്മളുടെ കമ്പനിയുടെ ടേൺ ഓവർ അനുസരിച്ചാണ് നമ്മൾ HSN കോഡ് ചെയ്യേണ്ടത്. 5 crore 1.45 crore താഴെയുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ 4 digit മതി. അപ് ടു 5 crore വരെയുള്ള കമ്പനി ആണെങ്കിൽ 6 digit, എബവ് 5 crore ആണെങ്കിൽ 8 digit HSN കോഡ് ആവണം നമ്മൾ ഇടേണ്ടത്. GST റേറ്റ് സ്പെസിഫൈ ചെയ്യുക 18%. നമ്പേഴ്സാണ് ചെയ്തു. എത്ര എണ്ണം വാങ്ങിയിട്ടുണ്ട്? 1 വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് 3750 ആണ്. ഇത്രയാണ് ഇതിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതിൻ്റെ കോസ്റ്റ്. ഇതാണ്. അപ്പോൾ ഈ 9150 അല്ലെങ്കിൽ 9150 നമ്മൾ പറയണത് ടാക്സബിൾ വാല്യൂ എന്നാണ് പറയണത്. ഇതിന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ടാക്സിൻ്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സെൻട്രൽ ടാക്സ് പെയ്ഡ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, GST, CGST. ടാക്സ് വന്നു. ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരണം, എന്നാലാണ് നമ്മൾ ചെയ്തത് കറക്റ്റായെന്ന് പറയാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ടാക്സ് പെയ്ഡ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, GST, SGST. അപ്പോൾ നമ്മൾ ടോട്ടൽ ബില്ലിൻ്റെ വാല്യൂ എത്രയാണ്? 10,1797 ആണ് നമ്മളുടെ ബില്ലിൻ്റെ ഇൻവോയ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ. നമ്മൾ ബില്ല് വെച്ച് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണെങ്കിൽ നമ്മൾ സേവ് ചെയ്യുക. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മൾ ടാക്സ് നമുക്ക് മാനുവലി എൻട്രി ചെയ്യാണ് ചെയ്തത്. നമുക്ക് നമ്മളുടെ വൗച്ചറിനെ, ഈ പർച്ചേസ് വൗച്ചർ ടൈപ്പ് നമുക്ക് ഒന്നുകൂടെ കോൺഫിഗർ ചെയ്തിട്ട് നമുക്ക് അടുത്ത പർച്ചേസ് ബിൽ എൻട്രി ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതേപോലെയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ജസ്റ്റ് നമുക്കിനി ഒന്ന് ബില്ലിൻ്റെ റെഫറൻസ് നമ്പർ, നമ്മൾ ഈ ബില്ലാണ് നമ്മൾ സേവ് ചെയ്യണത്. ഇത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഈ ബില്ലിൻ്റെ അഗെയിൻസ്റ്റാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. കാരണം ഒരു പാർട്ടിയുടെ തന്നെ നമുക്ക് കുറേ പർച്ചേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ തവണ പൈസ കൊടുക്കുമ്പോഴും ഏത് ബില്ലിന് കറസ്പോണ്ടിങ് ആണ് നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടാലിയിലത്തെ ഒരു ഫംഗ്ഷൻ ഓൾട്ട് ചെയ്യാണ് അല്ലേ? ഓൾട്ട് ജിയിൽ പോയിട്ടൊന്ന് ഓൾട്ടർ ചെയ്യുക. നമ്മളുടെ വൗച്ചറിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാം. പർച്ചേസ് വൗച്ചർ ഓൾട്ടർ ചെയ്യണം. ഇത് നിങ്ങളൊന്ന് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വേറെ യൂട്യൂബ് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിനിമം നമ്മൊന്ന് കോൺഫിഗർ ചെയ്യണം. ഈ എനേബിൾ ഡീഫോൾട്ട് അക്കൗണ്ടിങ് അലോക്കേഷൻ, ഇത് യെസ് ആക്കുക. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ പർച്ചേസ് ബില്ല് എൻട്രി ചെയ്യുമ്പോൾ ഏതൊക്കെ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിലാണ് ബില്ലിനെ അലോക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. യെസ് ആക്കുക. ഡീഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇൻവേർഡ് സപ്ലൈ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? സെൻട്രൽ ടാക്സ് പെയ്ഡ് എന്നുള്ള ലെഡ്ജറും കൂടെ വേണം, സ്റ്റേറ്റ് ടാക്സ് പെയ്ഡ് എന്നുള്ള ലെഡ്ജറും കൂടെ വേണം. കൂടാതെ നമ്മൾ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് വാങ്ങിയെങ്കിൽ എന്ത് വേണം? ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലെഡ്ജറും നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് C അടിച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് പെയ്ഡ്, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്, GST ആണ്, IGST ആണ്.
ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യൂലേ, നമ്മൾ പൈസ എപ്പോഴും ചില്ലറ പൈസ ഒന്നും കൊടുക്കില്ല, എമൗണ്ട് ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലെഡ്ജർ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാം. റൗണ്ട് ഓഫ് എന്നുള്ളത് എന്താണ്? നമ്മളുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇൻവോയ്സ് റൗണ്ടിങ് എന്നുള്ള ലെഡ്ജർ സെലക്ട് ചെയ്യുക, നോർമൽ റൗണ്ടിങ് 1 ആക്കി ചെയ്യുക. ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് ആണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്, നോർമൽ റൗണ്ടിങ് ആണ്. ഇത്രയും സേവ് ചെയ്യുക. നമ്മൾ ഒന്നുകൂടെ പോയിട്ട് നമ്മളുടെ പർച്ചേസ് വൗച്ചർ എടുത്താൽ ടാക്സ് എല്ലാം ഇതിൽ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ബില്ല് നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ബില്ല് ഏതാണ്? പർച്ചേസ് ബില്ല് 80 എന്നുള്ള ബില്ല് നമുക്ക് ചെയ്യാം. അത് നമ്മൾ ആരുടെ അടുത്ത് നിന്നാണ് വാങ്ങിയേക്കുന്നത്? കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. കോയമ്പത്തൂർ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങിയേക്കുന്നത്. 2/12, ഇൻവോയ്സ് നമ്പർ 332/2425, ഡേറ്റ് 2/12, പാർട്ടിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കോയമ്പത്തൂർ ട്രേഡേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റർ, അഡ്രസ്സ് പ്രോപ്പറായിട്ട് കൊടുക്കുക. റൂം നമ്പർ 7, അണ്ണ ബിൽഡിംഗ്, കോയമ്പത്തൂർ. തമിഴ്നാട് സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഓരോ പോയിന്റും ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ വരുന്ന ചിലപ്പോൾ ചെറിയ തെറ്റുകളായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് എടുക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ ഓരോന്നും ഇതെല്ലാം ഈ ചില പോയിന്റുകളൊന്നും ശ്രദ്ധിക്കുക. പിൻകോഡ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ പിൻകോഡ് ഇടുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഇടണം. ഇവരെ GST നമ്പർ, നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ടാലി അപ്പം തന്നെ പ്രോംപ്റ്റ് ചെയ്യും. നമ്മളത് കറക്റ്റ് ചെയ്ത ശേഷം പോകുക. കറക്റ്റ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബില്ലടിച്ച് കംപ്ലീറ്റ് ആക്കണതിന് മുമ്പ് തന്നെ അത് മിസ്മാച്ചിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടാലി പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതാത് സ്ഥലം കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോകുക. ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ കേരളയാണ്. പർച്ചേസ് ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് അല്ലേ? കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലത്തുള്ള ഒരു ഡീലർ പർച്ചേസ് ചെയ്യണു. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ കേരള. ഇൻവേർഡ് സപ്ലൈ നമ്മൾ ഐറ്റം വാങ്ങണത് എന്താണ്? തുണിയാണ് വാങ്ങണത്. 60 ഇഞ്ചുള്ള തുണി അല്ലേ? ഓൾട്ട് സി. റോയൽ റോൾ. ഇതെന്താണ്? ഇത് ക്ലോത്താണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ക്ലോത്തിനെ ക്രിയേറ്റ് ചെയ്യുക. (6304) ആണ് HSN കോഡ്. ഇതിൻ്റെ GST റേറ്റ് 5 ആണ്. മീറ്ററിലാണ് നമ്മളത് പർച്ചേസ് ചെയ്യണത്. അപ്പോൾ അത് സിമ്പിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. MTR മീറ്റേഴ്സ് അല്ലേ? മീറ്റേഴ്സ് സെലക്ട് ചെയ്യുക.
മീറ്ററിന് ഡിജിറ്റ് വേണം അല്ലേ, 3 ഡിജിറ്റ്. നമ്മൾ 200 മില്ലിമീറ്റർ അല്ലെങ്കിൽ 500 മില്ലിമീറ്റർ എന്നൊക്കെ പറയില്ലേ, 1.5 മീറ്റർ 2.5 മീറ്റർ, ആ അരയ്ക്ക് നമുക്കിവിടെ ഡിജിറ്റ് കൊടുക്കണം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് GST ഡീറ്റെയിൽ എല്ലാം വന്നിട്ടുണ്ട്. ഗുഡ്സ് ആണ്, നമ്മൾ സേവ് ചെയ്യുക. 25 മീറ്ററാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ ടാക്സബിൾ വാല്യൂ 11,018.75 ആണ്. ഇതിട്ടപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് റൗണ്ട് ഓഫ് വന്നു. നമ്മളുടെ ഇൻവോയ്സ് നമ്പർ കൃത്യമായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഐറ്റം എൻ്റർ ചെയ്യുന്നതോട് വെച്ച് നമ്മളുടെ ഇൻവോയ്സിൻ്റെ വർക്ക് തീരുകയാണ്. പിന്നെ നമുക്ക് ആകെ വാല്യൂ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ബില്ലും എടുത്ത് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത ബില്ല് എൻ്റർ ചെയ്യണത് ഇൻവോയ്സ് നമ്പർ 94 ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇൻവോയ്സ് നമ്പർ ഏതാണ് ചെയ്യേണ്ടത്? 30. ഇൻവോയ്സ് നമ്പർ 30 ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഗ്രാഫ് മാറ്റാണ് നമ്മളിനി എൻ്റർ ചെയ്യാൻ പോണത്. ഡേറ്റ് 2/12. ഇൻവോയ്സ് നമ്പർ 362. ഡേറ്റഡ് ഓട്ടോമാറ്റിക് വരും. പാർട്ടി ആരാണ്? A1 അസോസിയേറ്റ്സ്. A1 അസോസിയേറ്റ്സ്. സെൻട്രൽ ക്രെഡിറ്റർ. അഡ്രസ് അടിക്കുക. റൂം നമ്പർ 212. ഈഡൻ ആർക്കേഡ്. കൊടുങ്ങല്ലൂർ. ഇവരുടെ GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. G1Z5 82AABCI. ഓക്കെ, അപ്പോൾ അത് പ്രോംപ്റ്റ് ചെയ്തത് കണ്ട S ആണ് വേണ്ടത്. S. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, 1ഉം Iയും മാറാതെ നോക്കുക. അതേപോലെ 0ഉം Oയും ഒന്ന് ശ്രദ്ധിക്കുക. തെറ്റ് വന്നാലും പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇൻവേർഡ് സപ്ലൈ. ഐറ്റം വാങ്ങിയേക്കുന്നത് ഗ്രാഫ് മാറ്റാണ്. ഐറ്റം ക്രിയേറ്റ് ചെയ്യുക. ഗ്രാഫ് മാറ്റ്. അതിൻ്റെ നമ്മൾ നോക്കുക, ക്രിയേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് മാറ്റ് എന്നുള്ളതിൻ്റെ അടുത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. മാറ്റ് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ പ്രൈമറി ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. HSM കോഡ് നോക്കുക. എൻ്റെ HSM കോഡ് എത്രയാണ്? 57033090. GST റേറ്റ് 12 ആണ് അതിൻ്റെ. ഇത് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്നത്. ക്രിയേറ്റ് ചെയ്യുക. SQM സ്ക്വയർ മീറ്റർ. സ്ക്വയർ മീറ്റർ GSTയിലത്തെ യൂണിറ്റ് വെച്ചിങ്ങാണ്ട് ലിങ്ക് ചെയ്യുക. സ്ക്വയർ മീറ്ററിന് നമുക്ക് 3 ഡിജിറ്റ് വേണം.
ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി ഒന്ന് എൻ്റർ ചെയ്യുക. നമ്മൾ വാങ്ങിയേക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? 15 സ്ക്വയർ മീറ്ററാണ് നമ്മൾ വാങ്ങിയേക്കുന്നത്. വാങ്ങിയേക്കുന്ന റേറ്റ് 384.43 ആണ്. നമ്മളിവിടെ എമൗണ്ട് എൻ്റർ ചെയ്താൽ മതി. 5766.45 എൻ്റർ ചെയ്തു. നമ്മളുടെ ടാക്സിബിൾ വാല്യൂ ടാക്സ് എല്ലാം കൃത്യമായി നമ്മളുടെ ബില്ല് കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നാം പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്യേണ്ടത്. ബില്ലിന് റെഫറൻസ് കൊടുക്കുക. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈ റെഫറൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ മിനിമം ടാലിയിലത്തെ പർച്ചേസ് ബില്ല് എൻ്റർ ചെയ്യാൻ നമ്മൾ ഇത്രയും കോൺഫിഗറേഷൻ വേണം. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ഉണ്ട്, അത് നമ്മൾ ലേറ്റർ സ്റ്റേജിൽ നമ്മൾ പറയാം. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് പഠിച്ചു പോവുക. നമ്മളൊരു ബില്ലിംഗ് സ്റ്റാഫൊക്കെ ആവാനായിട്ട് നമ്മൾ ഇത്തരം ഒരു കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സംശയം ഉണ്ടെങ്കിൽ കൊറി ഇടുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ അക്കൗണ്ടൻ്റ് ആവാൻ തയ്യാറെടുക്കുന്ന നിങ്ങൾ കുറേ കൊളീഗ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ടാലിയുടെ തന്നെ സെയിൽ ബില്ല് പർച്ചേസ് ചെയ്തേക്കുന്നതിൻ്റെ സെയിലാണ് നമ്മൾ ഇടാൻ പോണത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടാലിയുടെ ഒപ്പം തന്നെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് ബേസ് വേണം. അതും കൂടെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.